വയനാട്ടിൽ മരണം 200. മരണഭൂമിയായി മുണ്ടകൈ. കസേരയിൽ ഇരിക്കുന്ന മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്ന് ജീവൻ നഷ്ടപ്പെട്ടവർ ജീവനുള്ള കാലത്തായളം മറക്കാനാവാത്ത കാഴ്ച. വയനാട് അക്ഷരാർത്ഥത്തിൽ മരണഭൂമിയായി മാറിയിരിക്കുകയാണ് മുണ്ടകൈ. എങ്ങും ചെളിയും വെള്ളവും കൂറ്റൻ പാറകളും കെട്ടിടാവശിഷ്ടങ്ങളും മാത്രം. ഇതിനിടയിൽ ശേഷിക്കുന്ന ജീവനുകളെയും മൃതശരീരങ്ങളെയും കണ്ടെത്താൻ ശ്രമിക്കുന്ന സൈനികരും. ഇടയ്ക്കിടെ മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ സൈനികരുടെ പോലും കണ്ണു നിറഞ്ഞു പോകുന്നു. പ്രദേശത്ത് ഇനിയും ജീവനോടെ നിരവധി പേർ ശേഷിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. ഇവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സൈന്യം രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടിയിരിക്കുകയാണ്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പരിശായതനം നടത്തുന്നുണ്ട്. മരണസംഖ്യ 200 ആയി ഉയർന്നിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ തിരച്ചിൽ ശക്തമാക്കുമ്പോൾ ഇത് ഇനിയും ഉയർന്നേക്കാം. മഴയുടെയും പുഴയിലെ ഒഴുക്കിന്റെയും ശക്തി കുറഞ്ഞത് രക്ഷാപ്രവർത്തകർക്ക് ആശ്വാസം പകരുന്നുണ്ട്. എന്നാൽ എങ്ങും ചെളി നിറഞ്ഞു കിടക്കുന്നതിനാൽ കാലുകൾ ഉറപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ഇത് രക്ഷാപ്രവർത്തനത്തിന് കടുത്ത പ്രതിബന്ധം സൃഷ്ടിക്കുന്നുണ്ട്. കൂറ്റൻ പാറക്കല്ലുകൾ മാറ്റാൻ കൂടുതൽ യന്ത്രസംവിധാനങ്ങൾ എത്തിക്കാനാവാത്തതും പ്രതിസന്ധിയാണ്. ചൂരൽമലയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് കാര്യമായ തിരച്ചിൽ നടത്താൻ ആയിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇവിടേക്കുള്ള ബേലി പാലത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. കര, നാവികസേനകൾ സംയുക്തമായാണ് നിർമ്മാണം നടത്തുന്നത്. ഇത് പൂർത്തിയാകുന്നതോടെ കൂടുതൽ യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാനാവും എന്നാണ് പ്രതീക്ഷ. ഫയർഫോഴ്സ് സംഘവും മറ്റും രക്ഷാപ്രവർത്തനത്തിനുണ്ട്. ചുരൽമലയിൽ തകർന്ന വീട്ടിൽ നിന്ന് ഒരു പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തു. വീടുപാളിച്ചാണ് രക്ഷാപ്രവർത്തകർ ഉള്ളിൽ കയറിയത്. 2 വാർഡിലുള്ളത് 3000 പേര്. രണ്ടാമത്തെ ഉരുൾപൊട്ടൽ വിതച്ചത് ഭീകര ദുരന്തം. തേയിലക്കാടുകളിൽ നിലവിളി മാത്രം. മുണ്ടക്കൈയിൽ എല്ലാം പുഴയെടുത്തു കൽപ്പറ്റ. മുണ്ടക്കൈയിലൂടെ ഒഴുകുന്ന ചൂരൽമല പുഴയുടെ സംരാഹകണ്ഡത്തിൽ കേരളം നടുങ്ങുകയാണ്. പുഴയുടെ ഉദ്ഭവത്തിൽ നിന്നാണ് കല്ലും മണ്ണും ഇരച്ചെത്തിയത്. ഇതൊരു ഗ്രാമത്തെയാകെ തകർത്തു. മുണ്ടകൈയിൽ പുഴയുടെ തീരത്ത് നിരവധി വീടുകളുണ്ട്. ചൂരൽമല വരെ നീളുന്ന ജനവാസ കേന്ദ്രമാണ് ഇത്. ഈ പുഴയ്ക്ക് ഇരുവശവുമുള്ളതെല്ലാം ഉരുൾകൊണ്ടുപോയി. മൃതദേഹങ്ങൾ മുണ്ടക്കൈ പുഴയിലൂടെ ഒഴുകി കിലോമീറ്ററുകൾ അപ്പുറമുള്ള ചാലിയാറിലെത്തി. സൂചിപ്പാറ വെള്ളച്ചാട്ടവും കടന്നാണ് ഇവ നിലമ്പൂരിലെ ചാലിയാറിലെത്തിയത്. അതുകൊണ്ട് തന്നെ ദുരന്ത വ്യാപ്തി ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. മുണ്ടക്കൈയിൽ 2 വാർഡുകളിലായി 3000-നടുത്ത് ജനസംഖ്യയാണുള്ളത്. എല്ലാവരും മുണ്ടക്കൈയിൽ ഇല്ലെങ്കിലും ഇന്നലെ ഈ പ്രദേശത്തുണ്ടായിരുന്നവരുടെ കാര്യത്തിൽ ആശങ്കയുണ്ട്. മുണ്ടക്കൈയിൽ മരണസംഖ്യ വലിയ തോതിൽ കൂടാനാണ് സാധ്യത. താങ്ക് യു.